ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. സബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഇത് എണീറ്റ ടൈമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇരുടാണ് കേട്ടോ ഇപ്പോഴും. ഇപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. രാത്രി തന്നെ നല്ല തണുപ്പാണ്. രാത്രി രാവിലെയൊക്കെ പകൽ ടൈമിലൊക്കെ തണുപ്പാണ് കേട്ടോ. വെയിൽ വന്നാൽ കൂടി തണുപ്പ് പോകുന്നില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചായക്ക് വെള്ളം വെച്ചു. അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കുക്കറിൽ വെച്ചിട്ട് 2 വിസിലടിക്കുക കേട്ടോ. അധികം വെള്ളമൊന്നും ഒഴിക്കാതെ ചെറുതായിട്ടെന്നല്ല ഉപ്പിട്ടിട്ട് ഞാനത് 2 വിസിലടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ ചോറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ. ഇത് നമ്മൾ ദോശയ്ക്കുള്ള മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നേരത്തെ തന്നെ നമ്മളത് തണുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ കുറച്ച് ഇത് ഇഡ്ഡലിയുടെ മാവാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ദോശയ്ക്കുള്ളതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഏട്ടനും ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ കോളിലാണ്. ഡ്യൂട്ടി പോയിൻറ്റിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ പറയും കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നിൽക്കണം കേട്ടോ എന്നൊക്കെ ഞാനിങ്ങനെ പറയും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആൾ ഷർട്ട് ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് കരുതി കൂട്ടിയാണ് ആൾ ഷർട്ട് ഇടാതിരിക്കണത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനത് എനിക്കെങ്ങാനും വീഡിയോയിൽ പെട്ടാലും അത് ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ അത് അറിയണത് കൊണ്ടാണ് അങ്ങനെ തന്നെ നടക്കണത് കേട്ടോ. എന്നിട്ട് എന്നെ ശല്യം ചെയ്യുന്ന രീതിയിൽ നടക്കലാണ് പരിപാടി കേട്ടോ. അപ്പോൾ അങ്ങനെ ആൾക്കിന്ന് നേരത്തെ പോകാനുണ്ട് കേട്ടോ, വർക്കിന് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഓരോ കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണൊക്കെ വെച്ചാൽ ആൾ കുളിക്കാൻ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ വിചാരിക്കും എന്തൊരു തണുപ്പാണ് രാവിലെ എണീറ്റ് കുളിക്കാൻ പോകണത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, കുളിക്കാൻ പോണതിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണേ. പിന്നെ അതുപോലെ ആ സമയത്ത് പറയും വൃശ്ചിക മാസത്തിൽ നമുക്ക് ഇത്ര തണുപ്പുണ്ടായിരുന്നില്ലല്ലോ. ശരിക്കും അതേ കേട്ടോ, ഇപ്രാവശ്യം വൃശ്ചിക മാസത്തിൽ ഇങ്ങനെ തണുപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതുപോലെയല്ല, നല്ല തണുപ്പാണ് കേട്ടോ. അന്ന് എങ്ങനെയോ വൃശ്ചിക മാസം അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി എന്ന് പറയൂ കേട്ടോ. അപ്പം അങ്ങനെ പയറൊക്കെ ഒന്നായി, ചോറൊക്കെ ഒന്നായി കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 വിസിൽ അതും കൂടെ ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ചെറുപയറിൽ ഞാൻ വെന്ത ചെറുപയറിൽ കുറച്ച് കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിങ്ങനെ കുറച്ചുണ്ടാക്കി എടുക്കണത് മുളപ്പിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. മുളപ്പിച്ചിട്ട് ഞാൻ കറി ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മുളപ്പിച്ച രീതിയിൽ നമുക്ക് ഒറ്റയ്ക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അവിടെ മാറ്റി വെച്ചു. പിന്നെ ഉപ്പേരിക്ക് കായ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിട്ടുള്ള കായ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. അതുപോലെ അത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് കറിയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് അടുത്ത ആളെത്തി, മനു കേട്ടോ. അപ്പോൾ മനു എൻ്റെ ബുക്കും കൊണ്ടാണ് നടക്കണത്. ഞാനാണെങ്കിൽ ആ ബുക്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചുകൊണ്ട് നടക്കുന്ന എൻ്റെ ബുക്കാണത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ എന്താണ് എഴുതിയത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. എഴുതിയത് വായിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ മനു. ഞാനതിൽ യൂട്യൂബിൻ്റെ കാര്യങ്ങളും അതുപോലെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നോട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ അത് അവനിങ്ങനെ കൊണ്ടുവന്ന് ചോദിക്കുകയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ അത് 100 കൂട്ടം അതിലേറെ ആവശ്യങ്ങളാണ് കേട്ടോ. ഞാൻ എന്താണ് എടുക്കുന്നത് അതൊക്കെയാണ് ഇവർക്ക് വേണ്ടത്. എന്നിട്ട് അതിലെന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. ഞാനൊരു പേന എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വെക്കുന്ന സ്ഥലത്ത് പേന ഉണ്ടാവില്ല. ബുക്ക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ എഴുതിയത് മാത്രമല്ല ഇവരൊക്കെ എഴുതിയതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അവസ്ഥ. എന്നാൽ അവരുടെ ബുക്കൊന്നും കിട്ടൂല്ല കേട്ടോ. അവരുടെ ബുക്കും കിട്ടില്ല, പേനയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. നമ്മളതിലുള്ള അവസ്ഥ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ്റെ സംശയങ്ങളും അവൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കാനുണ്ടായിരുന്നു കേട്ടോ. ക്ലാസ്സിലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാനുണ്ട്. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം വരുമ്പോൾ അവൻ തുടങ്ങും കേട്ടോ. അവൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്, സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്
വൈകുന്നേരം വരുമ്പോൾ തന്നെ തുടങ്ങും. പക്ഷേ ആ ഒരു ടൈമിൽ ചെറുത് എന്ത് ചെയ്യുമെന്ന് അറിയോ, അവൻ അതിലേറെ വലിയ വർത്തമാനം പറയും കേട്ടോ. അതിലേറെ വലിയ വർത്തമാനം പറയുന്ന പറഞ്ഞാൽ ഇവൻ പറയണതൊന്നും എനിക്ക് കേൾക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ അവന് പറയാനുള്ളത് പിന്നെ അവൻ ഉറങ്ങുന്ന സമയത്താണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതേ അപ്പൂസ് പല്ലൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ. ഉമിക്കരിയൊക്കെ കൂട്ടിയിട്ട് പല്ലൊക്കെ തേക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ വീഡിയോ കിട്ടിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോയും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കണ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ആ ഒരു ടൈമിൽ വീഡിയോസ് ഓൺ ചെയ്ത് വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസൊക്കെ ഞാൻ വേറെ പഴയ ഫോണിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക കേട്ടോ, കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആൾ വീഡിയോ ഇടുന്ന സമയമായപ്പോൾ ഞാനത് അങ്ങനെ എടുത്തിടുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും അങ്ങോട്ട് എടുക്കാൻ പെട്ടെന്ന് തോന്നിയ ഒരു തോന്നലിൽ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ പ്ലേ ആവുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസ് കാണുന്നത് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിലും നമുക്കിത് കാണാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ രണ്ട് ഫോണിൽ ഒരേ ഐഡിയ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും വെച്ച് കാണുമ്പോൾ നമുക്ക് നമ്മളെ ക്യാമറ വീഡിയോ എടുക്കുന്ന കാര്യത്തിന് പ്രശ്നം വരില്ല കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോസ് കാണലും നമ്മളെ വീഡിയോ എടുക്കലും ഒക്കെ കൂടി ചില സമയത്ത് നമുക്ക് ടൈമിൻ്റെ പ്രശ്നമൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ അവിടെ നടക്കുന്നുണ്ടേ. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ രാവിലത്തെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പേരിയും കറിയൊക്കെ ആയി. മുരിങ്ങയില കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, പരിപ്പിട്ടിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ള കായല്ലേ, ആ കായയുടെ എണ്ണിത്തണ്ടാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഏട്ടൻ രാവിലെ കുളിക്കുന്നതിന് മുന്നേ അവിടെ നിന്ന് തൊടിയിലാണിത് ഉണ്ടായിരുന്നത് കേട്ടോ, നമ്മൾ മുറ്റത്തിൻ്റെ സൈഡിലൊന്നല്ല. അപ്പോൾ അവിടെ നിന്ന് അത് വെട്ടിയിട്ട് കുളിക്കുന്നതിന് മുന്നേ വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബാക്കി എന്നോട് ചെയ്തോളാൻ പറഞ്ഞത്. ഇപ്പോൾ 2 ദിവസമായി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വെക്കണു കേട്ടോ. നീ വെച്ചാൽ കേടൊന്നും പോവില്ല വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് ഇത് രാവിലെ കുളിക്കുന്നതിന് മുന്നേ തന്നെ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് ശരിയാക്കിക്കോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇത് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് മനു വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ അതാണ് ഇങ്ങനെ നോക്കി നിൽക്കണത്. അവൻ്റെ ബസ് അവിടെ വന്ന് ഇറങ്ങി അവൻ റോഡൊക്കെ ക്രോസ് ചെയ്യുന്നതൊക്കെ നമുക്കിവിടെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റിയേ. അപ്പോൾ ആ ഒരു ടൈം ആയിട്ടുണ്ടെങ്കിൽ ബസ് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇവിടെ വന്നിരുന്നിട്ട് അങ്ങനെ നോക്കും അവൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിൽ അവന് ഞാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ, മനുവിന് കാണിച്ചു കൊടുത്തതായിരുന്നേ. പിന്നെ ഞാനിതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തൊടിയിലെ തെങ്ങിൻ ചോട്ടിലെത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് എറിയുന്ന സമയത്താണ് എനിക്ക് ഈ ജാവലിൻ ത്രോ ഉണ്ടല്ലോ അത് ഓർമ്മ വരുന്നത് കേട്ടോ. അതെങ്ങനെയാണ് എറിയുക, അപ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. പണ്ട് ഞാൻ എറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം, പക്ഷേ അത് ക്ലിക്കായില്ല. വെറുതെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ ഞാനും പരീക്ഷിക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് എന്താ പറയുക, ചെയ്യാൻ പറ്റും പക്ഷേ റെഡി ആവില്ല, നമ്മൾക്ക് കൊണ്ട് പറ്റാത്തൊരു സംഭവമായിരുന്നു അത് കേട്ടോ. പിന്നെ അതിന് അധികം നമ്മളതിന് മെനക്കെടണം കാര്യങ്ങളൊന്നുമില്ലല്ലോ, കുറേ അങ്ങനെ ശീലിച്ചിട്ടുണ്ടെങ്കിൽ പറ്റുമായിരിക്കും. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാനിതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴേക്കും മനിയൊക്കെ വന്നു. പിന്നെ അപ്പൂസിന് പുറത്തേക്ക് ഇറങ്ങാൻ കിട്ടിയ സമയമല്ലേ, അവനും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കഴിയണതും നിങ്ങൾ ആഡ്സൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പരസ്യം വരുന്നുണ്ടായിരിക്കും, ഫസ്റ്റിലും നടുക്കിലും ലാസ്റ്റിലും ഒക്കെ ആയിട്ട് പരസ്യം വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പറ്റുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണിത്തണ്ട് പൊളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് മുറ്റടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ എൻ്റെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആളെന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും കൂടെ ഒന്നാണ് എനേബിൾ ചെയ്തോളൂ കേട്ടോ. എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. രാവിലെ എന്നും 10 മണിക്ക് തന്നെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. പിന്നെ അവൻ വന്ന ടൈമിൽ TV കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ കേട്ടോ. വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും അവൻ വന്നിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പറയണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഇരുത്ത് അവിടെ ഇരിക്കും കേട്ടോ. TV വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ ഇരുത്ത് അവിടെ ഇരിക്കും, കാറ്റും കൊണ്ട്. ആ ക്ഷീണമാണ്, കുഴങ്ങിയത്, വിയർക്കാണ്, വിയർപ്പ് പോട്ടെ എന്നിട്ട് വേണം കുളിക്കാൻ ഉടായ്പ് കാണിച്ചിട്ടിരിക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വേഗം പോയി കുളിക്കുകയും ചെയ്യേ. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവിടെ ചായയും കുടിച്ചിരിക്കുകയാണ് കേട്ടോ. TV കാണുന്നുണ്ട്. അപ്പം ഇനി ചായ കൂടിയൊക്കെ
10 മിനിറ്റ് കൊണ്ട് കഴിയേണ്ട ചായ കൂടിയൊക്കെ ഇനി 1 മണിക്കൂർ കൊണ്ടൊക്കെ കഴിയുള്ളൂ കേട്ടോ. എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരം സന്ധ്യാസമയം കഴിഞ്ഞാൽ പിന്നെ TV കാണാൻ സമ്മതിക്കില്ലേ. അപ്പം അങ്ങനെ അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. വൈകുന്നേരം നമുക്ക് ഇന്ന ടൈം എന്നൊന്നുമില്ല, നമ്മൾ തോന്നുന്ന ടൈമിലൊക്കെയാണ് അടിച്ചു വരിക കേട്ടോ. കറക്റ്റ് ടൈമും കാര്യങ്ങളൊന്നുമില്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുണി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം അപ്പോഴാണ് ഞാൻ അവിടെ ഉള്ള സൗണ്ട് അപ്പൂസ് കേട്ടത് കേട്ടോ. അവന് TVൻ്റെ സൗണ്ടിൽ ഞാനവിടെ ഉള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ വേഗം വന്നിട്ട് പിന്നെ എന്നെ തുണി എടുക്കാൻ വന്ന് നോക്കിപ്പോയി. പക്ഷേ എന്തോ അവന് ഇഷ്ടപ്പെട്ട കാർട്ടൂണോ എന്താണ് തോന്നുന്നു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. അവൻ അങ്ങോട്ട് തന്നെ തിരിച്ച് ഓടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിന്ന് തുണി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയായിരിക്കും അല്ലേ അപ്പൂസ് തുണി എടുക്കാൻ വരുന്നത്. അപ്പം അങ്ങനെ ഞാൻ തന്നെ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇവിടെ ഇരുന്ന് TV കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ തുണിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നാളെ കാണാം. ടേക്ക് കെയർ.